ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പം നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ പാല് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിപ്പിളിലൊക്കെ ആദ്യം ഒരു ചെറിയ പില്ലറിലൊക്കെ ആക്കി കൊടുക്കുകയായിരുന്നു. എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. പാല് ഇങ്ങനെ കൊടുക്കുക ഒന്നും അറിയാതെ, എന്താ പറയുക, അമ്മയുടെ പാല് കുടിച്ചിരുന്ന ചെറിയ കുഞ്ഞു മക്കളല്ലേ. അപ്പോൾ നമ്മളെങ്ങനെ വളർത്തുക എന്നൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നിപ്പിളിലൊക്കെ ഒന്ന് പാല് കൊടുത്ത് നോക്കുകയാണ്. അപ്പോൾ നന്നായി കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാലിൽ പകുതി വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിച്ചതിന് ശേഷം ചൂടൊക്കെ ആറിയിട്ട് നമ്മൾ ഇതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അവരത് വലിച്ച് കുടിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. പിന്നെ വൈപ്സ് കൊണ്ടൊക്കെ തുടച്ച് കൊടുത്ത് വൃത്തിയാക്കി, എന്താ പറയുക, തുണിയിലൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി കിടന്നുറങ്ങി എണീക്കുമ്പോഴൊക്കെ അതൊക്കെ ഒന്ന് നനഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ എടുത്ത് മാറ്റി പുതിയത് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്തായാലും ദൈവത്തിൽ നിന്ന് നമുക്ക് എന്തായാലും ഇങ്ങനത്തെ നമുക്ക് കണ്ടില്ലെന്ന് നടിച്ച് ഇരിക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് പാല് ഇടയ്ക്കിടയ്ക്ക് അവരമ്മ കൊടുത്തിരുന്നതായിരുന്നല്ലോ. എന്തായാലും അപ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷമായിട്ടോ. അവർ പാൽ കുടിക്കണയൊക്കെ കളിക്കണയൊക്കെ ഉണ്ട്. ചെറുതായി ഇങ്ങനെ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൊക്കെ വീഴ്ചിട്ടുണ്ട്. സുന്ദരി കുട്ടികളാണ് കേട്ടോ. ഇതിലും ചെറിയ നിപ്പിൾ നോക്കിയിട്ട് ഞാൻ എന്താ പറയുക, മെഡിക്കൽ ഷോപ്പിലൊക്കെ നോക്കിയിട്ടോ. അവിടെ ഒന്നും കിട്ടാനില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ഉള്ളതാണ്. അപ്പോൾ കുഴപ്പമില്ലാതെ അവർ കുടിക്കുന്നുണ്ട്. എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കാരണം എങ്ങനെ ഇവർ പാല് കുടിക്കുക എന്നൊക്കെയുള്ളൊരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ദൈവം നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഇങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പൂച്ചക്കുട്ടികളൊക്കെ ഒരു ഭാഗത്താക്കിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് കഞ്ഞിവെള്ളവും പഴത്തൊലിയും എല്ലാം കൂടെ കുറച്ച് ചാരമൊക്കെ ആക്കി ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഒന്ന് അത്യാവശ്യം വലിപ്പം കാണുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒഴിച്ചു കൊടുക്കുക കാരണമായിരിക്കാം. അതുപോലെ ഫ്രൂട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളം ഒന്നും കളയല്ലേ. പഴത്തൊലിയും മുട്ടത്തോടും ഒക്കെ ഒരു ബക്കറ്റിലാക്കി വെച്ച് പിന്നെ കുറച്ച് ചാരം ഇട്ട് കൊടുത്താൽ മതി. കൂടുതൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിന് ശേഷം ചീനമുളക് നന്നായി, എന്താ പറയുക, പഴുത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം എല്ലാം കൂടെ നറുത്ത് നമുക്ക് കുറച്ച് അച്ചാറിട്ട് വെക്കണം. സുർക്കയും അതുപോലെ കുരുമുളകും നെല്ലിക്കയും ഒക്കെ കൂടെ ഒന്ന് അടിപൊളിയായിട്ടുള്ളൊരു അച്ചാർ ഇടാൻ വേണ്ടി എല്ലാ ചീനമുളകും അറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണല്ലേ. കുറച്ച് സമയം എടുത്തിട്ടാണ് ഇതൊക്കെ എടുത്തത് കേട്ടോ. പെട്ടെന്ന് നമ്മൾ അത് വലിച്ചെടുത്താൽ അതിൻ്റെ ഓരോ കമ്പും കേടുവന്ന് പോകും. അപ്പോൾ പുതിയ പുതിയ പൂക്കളും തളിരും ഒക്കെ വരണമെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒന്ന് സാവധാനമൊക്കെ നമുക്ക് ഇതിൽ നിന്ന് അറുത്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനിയും നമുക്കിതുപോലെ ഇത് ഇഷ്ടംപോലെ ഉണ്ടാവാനും പുതിയ ശിഖരങ്ങൾ വരാനൊക്കെ നമ്മൾ കൂടുതൽ മരങ്ങളെയൊന്നും കൂടുതൽ ബുദ്ധിമുട്ടിച്ചാത്ത രൂപത്തിൽ വേണം കായൊക്കെ പറിച്ചെടുക്കാൻ കേട്ടോ. അങ്ങനെ ചീനമുളകും കുരുമുളകും ഒക്കെ അരച്ച് അടിപൊളിയായിട്ടൊരു മീൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് തന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലൊന്നും കൂടുതൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ മീനിൻ്റെ കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചീനമുളക് കുരുമുളകൊക്കെ അരച്ച് ഇതുപോലെ ഒന്ന് മീൻ പൊരിച്ചെടുത്ത് നോക്കി, നല്ല ടേസ്റ്റാണ്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതിനുശേഷം കുറച്ചുകൂടെ കുരുമുളക് അറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെല്ലിക്കയും അതുപോലെ തന്നെ നമുക്ക് കുരുമുളകും സുർക്കയിലിട്ട് വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. കൂടുതൽ മൂപ്പൊന്നും ഇല്ലാത്ത കുരുമുളകാണ്. അപ്പോൾ അതെന്തായാലും നമ്മൾ ഒരു ജാറിലിട്ട് വെച്ചാൽ നമുക്ക് ഇടയ്ക്കെടുത്ത് കഴിക്കാനും കുരുമുളകിൻ്റെ വെള്ളമൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിന് വേണ്ടി കൂടുതൽ മൂപ്പില്ലാത്ത തന്നെ നോക്കിയെടുക്കണം. ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.